മോനെ ഇവിടെ നിക്ക കേട്ടോ, അമ്മ പോയിട്ട് ഇപ്പൊ പൈസ മേടിച്ചിട്ട് വരാം. മോനെ ഉമ്പോ അമ്മ എല്ലാം മേടിക്കണ്ടേ? കല്യാണം ഉണ്ടോ ബാബു? കല്യാണോ? എന്റെ പിന്നെ നിന്റെ അച്ഛൻ അടിയന്തരത്തിന് ഡ്രസ് ഇട്ടേക്കണം. പോയി വിലക്കാരുടെ ഡ്രസ് ഇട്ടിട്ട് വേണം. കുട്ടി വരും. നമുക്ക് ബെഡ്റൂമിലോട്ട് ഇരുന്നാലോ? എവിടെ വേണേലും ഇരിക്കാം. വീടിന്റെ മുകളിൽ ഇരുന്നതാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അതെ, ഡ്രസ് മാറിയിട്ടേ നമ്മുടെ അണ്ടി നോക്കാൻ വേണ്ടിട്ട് ഒരു മദാമ ഒരു പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നല്ല ഡ്രസ് ചെയ്യുന്നത്. ഓ, അണ്ടി നോക്കാൻ വരുന്നോണ്ടാണ് ട്രൗസർ ഇട്ടിട്ട് പോകുന്നത്. അതാണ് ഈസി ആണല്ലോ. അല്ല, എന്റെ ഈ നിക്കറിന്റെ പോക്കറ്റില ഞാൻ അണ്ടി എടുത്ത് വെച്ചിരുന്നത്. നിക്കറിന്റെ പോക്കറ്റില് വണ്ടി ഉണ്ടാ? ഇവിടെ ഇല്ല ആൾക്കാർക്കെല്ലാം രണ്ടണ്ടി കൊണ്ടാണോ നടക്കുന്നത്? അപ്പൊ അയ്യോ, നിങ്ങളെ പോലുള്ളവരല്ലേ രണ്ട് രകയോണാ നോക്കേണ്ടത്. നിന്റെ എന്തായാലും തികയും തോന്നില്ല. ഇതിനാണ് ഞാൻ കാത്തിരുന്നത്. എന്ത് പറയാ മുതലേ, ഇതിനാണ് ഞാൻ കാത്തിരുന്നത്. ഇതാണ് ഞാൻ കാത്തിരുന്നത്. വെട്ടിയിടും വെട്ടിയിടും വെട്ടിയിടും. കുട്ടി, നമുക്ക് ഞങ്ങളുടെ കാര്യം പറയാം. ഞങ്ങള് അണ്ണൂനെയൊക്കെ അറിയാലോ, അത്രയും മാന്യനായിട്ടുള്ള ഒരാളാണ് സിറ്റിയിലെ. ഞാൻ നിങ്ങളെ എപ്പോഴും ബഹുമാനിക്കും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ പറ്റി എന്റെ അടുത്ത് ഹാണി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പൂജാമുറിയിൽ വരെ നിങ്ങളെ നോക്കുന്നുണ്ട്. അതിനാ ഞാൻ ആള് മാറിപ്പോയി, സോറി, നിങ്ങളെ നോക്കുന്നുണ്ട്. ഞാൻ ആ അണ്ടിക്കാരന്റെ മുന്നിൽ പോയി നിന്നുപോയി, സോറി. അണ്ടിക്കാരനാ ബാബു, ഇത് നിന്റെ ദോസാണ്. അണ്ടിക്കാരന് പറഞ്ഞ അഹങ്കാരിക്കേണ്ട കാര്യമാണ്. ഒന്നുമില്ല കുട്ടി, ഒന്നുമില്ല കുട്ടി. അതുകൊണ്ട് എനിക്കറിയാം സങ്കടം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ സമാധാനം കാണിച്ചിരുന്നു. ഞാൻ ഇവനെ അന്ന് കാണാൻ വേണ്ടി പോയ സമയത്ത് ഇവൻ ആ പുതിയ പെണ്ണും ഉണ്ടായി ഇവന്റെ കൂട്ടത്തിൽ. ഞാൻ ആ പെണ്ണിനോട് കാര്യം പറഞ്ഞു, മോളെ ഇതാണ് എന്റെ അവസ്ഥ, ഒരു കൊച്ചുണ്ടായി, ഇവനില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ ദിവസവും രാവിലെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ടാണ് എന്റെ കുഞ്ഞിക്ക് ഉമ്പോ മമ്മോ എല്ലാം മേടിച്ചു. വളത്തിന്റെ പേരോ ഇതല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നമ്മള്. പറഞ്ഞപ്പോഴേ അത് ഉമ്പല്ല, അത് ഊമ്പല്. അയ്യോ, എനിക്ക് തിരിച്ചത് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ പോണേ, ഇറങ്ങാൻ പോണേ. വല്ല കാര്യമുണ്ടോടാ, വല്ല കാര്യമുണ്ടോ? ഈ ഉമ്പെന്ന് പറഞ്ഞ എന്താ, വെള്ളമാണാ? മറ്റേതെന്തുവാ? അത് ഇനി എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വർത്താനം എനിക്ക് തീരെ പിടിക്കുന്നില്ല. കുട്ടി എന്നോട് സംസാരിച്ചാൽ അവനോട് സംസാരിക്കണ്ട. അപ്പൊ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പൈസ വേണം. ഒന്നിക്കൽ ഇവനെ എനിക്ക് വിട്ടു തരണം. പണിയെടുത്തിട്ട് വീട്ടിൽ പൈസ കൊണ്ടുവന്നിട്ട് എന്നെ എന്റെ കുട്ടീനെ ഇവൻ പോറ്റണം. അതല്ലാന്നെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. അല്ല ചേച്ചി, ഞാൻ കാര്യം പറഞ്ഞു ചേച്ചി. വർത്താനം പറയുമ്പോ ആദ്യം തുപ്പൽ എറിയും മുട്ടാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. തൽക്കാലം ഇവന്റെ ഒരു മുടിയും ആ മറ്റേ ചെറുക്കന്റെ ഒരു കായും പറിച്ചിട്ട് നമ്മുടെ DNA വിടാം. 7 ദിവസം നോക്കാം. മാച്ച് ആവണമെങ്കിൽ നമുക്ക് എന്തായാലും ഇവന്റെ മോന്ത കണ്ടാൽ അറിയില്ല ഇവന്റെ കുട്ടി തന്നെയാ അത് എന്നുള്ളത്. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇവന്റെ കഴിവില് നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലേ? അങ്ങനെ ഒരു കഴിവില്ലാതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ പറയട്ടെ, മറ്റേ അട്ടപ്പാടിയിലെ റൊസാലിയോയും ഇവിടുത്തെ കണ്ണാമ്പി ഒരേപോലെ ഇരിക്കുമ്പോ ബാലാടണോ? ഈ ബാലനോട് അങ്ങോട്ടേക്ക് പോകാൻ പറ, ഈ മഞ്ഞ കുപ്പായിട്ട വേട്ടവളനോട്. എന്നോടാണോ പറഞ്ഞത്? നിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നും ഞാൻ നിന്നെ കാണുന്നുണ്ട് കേട്ടാ. നിന്റെ അണ്ടി കച്ചവടം ഞാൻ നിർത്തിത്തരാം. നിന്റെ അണ്ടി ആട്ടപ്പാടല്ല, ഞാൻ പൊരിച്ച് ചാടിത്തരാം. ആരോടാ പറഞ്ഞ വെളിയിലോട്ട് നിൽക്കേ?
അതാ മറ്റേ ബാബുവിനോട്. ഓ ഓക്കെ ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വാസോടനോടല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ ഇപ്പൊ പറഞ്ഞില്ലേ